എങ്കൽ കുലദൈവം പെരുങ്കാളി അമ്മൻ പെരുങ്കുടി വടക്കൻകുളം. ഞങ്ങളൊരു 15 പേര് കുമ്പളഞ്ഞാമാക്കൽ വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് ഇവിടെ പെരുങ്കുടി പെരുങ്കാളിയമ്മൻ കോവിൽ സന്ദർശിച്ചു. ഇതിനാണ് ശ്രീ പെരുങ്കൈ വളർന്നങ്കൈ അമ്പാൾ ശ്രീ പെരുങ്കാളിയമ്മൻ ടെമ്പിൾ പെരുങ്കുടി. ഇത് വടക്കൻകുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, നാഗർകോവിലിൻ്റെ അടുത്ത്, വടക്കൻകുളത്തിനടുത്ത് പെരുങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ഇതിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പുനഃപ്രതിഷ്ഠ നടത്തിയതാണ്. റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ രീതിയിലായിരിക്കുന്നതാണ്. ആദ്യം അത് വളരെ ചെറിയൊരു അമ്പലമായിരുന്നു, ഒരു കൊച്ചു സ്ഥലവും ചെറിയൊരു പ്രതിഷ്ഠയും മാത്രമായിരുന്നു. ഇന്ന് കുറച്ച് വിശാലമായിട്ടുണ്ട്. ധാരാളം പേർക്ക് ഈ അമ്പലം അവരുടെ കുടുംബ ക്ഷേത്രമാണ്. അപ്പോൾ അതിനിപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ലൊക്കേഷനിൽ വടക്കൻകുളത്തിനടുത്തുള്ള പെരുങ്കുടി എന്ന സ്ഥലത്ത് മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്ത് ഒരു ഇളം കാറ്റടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിൻ്റെ ചുറ്റും ധാരാളം കാറ്റടി യന്ത്രങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു മനോഹരമായ ഭൂപ്രദേശം. അതങ്ങനെ നമ്മുടെ അമ്പലം അങ്ങനെ ഇവിടെ മനോഹരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 15 പേര് കൂടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശത്ത് വന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പൂജയെല്ലാം നടന്നു. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദ വിതരണമെല്ലാം ഉണ്ടായി. പ്രസാദമെല്ലാം കഴിച്ച് ഞങ്ങൾ ഇതിൻ്റെ പ്രൊമിസസ് എല്ലാം ഇങ്ങനെയൊന്ന് ചുറ്റി നടന്ന് കാണുകയായിരുന്നു. എല്ലാവരും മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു. മനോഹരമായ, സുന്ദരമായ, ധന്യമായ, മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഈ കുടുംബക്ഷേത്രം ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും ബാക്കി നമ്മുടെ സമുദായത്തിലും നമ്മുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം എല്ലാ ചൈതന്യവും, എല്ലാ ആത്മശാന്തിയും, എല്ലാ സന്തോഷവും, എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. ഇവിടെയുള്ള ഒരു നാഗശിലകളുടെ കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിനടുത്ത് തന്നെ ഒരു കൊച്ചു ശിലയുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും അവിടെ എല്ലാമായിട്ട് കൊച്ചു കൊച്ചു ശിലകൾ ധാരാളം വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരെണ്ണം കാണുന്നത് ഇതിന് പുറത്തായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഊർക്കാവലൻ പോലെ നമ്മുടെ പല സ്ഥലങ്ങളിലും അമ്പലത്തിനോടടുത്തും ആ പ്രദേശത്തെല്ലാം കാണുമല്ലോ, അതുപോലെയുള്ള ഒരു ഊർക്കാവലൻ്റെ ഒരു രൂപമാണെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാലേ കൂടുതൽ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയെല്ലാം ചില പ്രാർത്ഥന തറകൾ ഉണ്ട്. അത് വിവിധങ്ങളായ പൂജകൾ വിവിധങ്ങളായ രീതിയിലൊക്കെ ഇവിടെ നടന്ന് കാണണം പുനഃപ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ച്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഈ അമ്പലം വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക്, വളർച്ചയിലേക്ക് നമുക്കെല്ലാവർക്കും ധന്യമായ ജീവിതം കിട്ടുവാൻ, നമുക്കെല്ലാവർക്കും ആത്മസന്തോഷം നൽകുന്ന ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഈ അമ്പലത്തിലേക്ക് എല്ലാവരും വരിക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും ഇതിനോട് സ്നേഹപൂർവ്വം, അനുഭവപൂർവ്വം ഇതിലേക്ക് സംഭാവനകൾ നൽകിയും മറ്റു ഉപകാരങ്ങൾ ചെയ്തും ഈ അമ്പലത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. ഇതാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. എന്തായാലും മനോഹരമായിട്ടുണ്ട് കാഴ്ചകളെല്ലാം. ഇതെല്ലാം വളരെ വിശാലമായി പകർത്തുന്നതിനും ഇതെല്ലാം എടുക്കുന്നതിനും ഇതിൻ്റെ അധികാരികളിനോട് പ്രത്യേകിച്ച് വിഷമങ്ങളും ഒന്നും കാണിച്ചില്ല. അനുഭവപൂർണമായ പരിഗണനയാണ് നൽകിയത്. എന്തായാലും ഈ നിമിഷങ്ങളെല്ലാവരും പങ്കുവയ്ക്കുകയാണ്. ഓക്കെ.